بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد മുഅ്മിനീങ്ങളെ സർവശക്തനായ അല്ലാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാൻ അല്ലാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും ഭാഗ്യം നൽകട്ടെ. പരിശുദ്ധമായ റജബ് മാസത്തിൽ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ വലിയ സൗഭാഗ്യങ്ങൾ നേടാൻ കഴിഞ്ഞു എന്നതിനെ ഓർക്കപ്പെടുന്ന സന്ദർഭവും കൂടിയാണിത്. റജബ് മാസത്തിന്റെ 27-ാം രാവ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് പരിശുദ്ധമായ മിഅ്റാജിന്റെ യാത്രയിലൂടെ ആ വലിയ നേട്ടം കൈവരിക്കുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ നേർക്കുനേർ നിന്ന് കാണാൻ അവന്റെ സൃഷ്ടികളിൽ ഈ ഭൂമി ലോകത്ത് അല്ലെങ്കിൽ ഈ ദുനിയാവിന്റെ കാലയളവിൽ അള്ളാഹു കൊടുത്ത മഹാഭാഗ്യം അതൊരാൾക്കേ ഉണ്ടായിട്ടുള്ളൂ, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കൂടിക്കാഴ്ചയിലൂടെ കിട്ടിയ ധാരാളം നേട്ടങ്ങൾ, പൂർവികരായ അമ്പിയാക്കളുമായുള്ള സമ്പർക്കങ്ങൾ, അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുള്ള അവരുടെ ഉപദേശങ്ങൾ, ഇതെല്ലാം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ഒരു അനുഭവമായിരുന്നു. യഥാർത്ഥത്തിൽ അവിടുത്തെ പ്രബോധന കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലയളവ് എന്ന് പറയുന്നത് മിഅ്റാജിന്റെ ശേഷമാണ്. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ ഇസ്ലാമിക ശരീഅത്തിലെ ധാരാളം കർമ്മങ്ങൾ മതനിയമമായി വന്നിട്ടുള്ളത് മിഅ്റാജിന്റെ ശേഷമാണ്. അതായത് മദീന കാലഘട്ടത്തിലാണ് അമലുകൾ കൂടുതലും ഉണ്ടായിട്ടുള്ളത്. ഹിജ്റയുടെ തലേവർഷം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് നിർവഹിക്കുന്നു. നിസ്കാരം പോലും മിഅ്റാജിന് ശേഷമാണ്. ഏകദേശം 52 വയസ്സ് പ്രായം, 12 കൊല്ലത്തോളം മക്കയിൽ നിസ്കാരമല്ല പറഞ്ഞത്. ഏറ്റവും പ്രധാന അമല് പോലും മിഅ്റാജിന്റെ ശേഷമാണ്. മിഅ്റാജിലൂടെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവുകയാണ്. പരിശുദ്ധ റമദാന്റെ നോമ്പ്, സക്കാത്ത് അടക്കമുള്ള മിക്കവാറും അമലുകൾ, പ്രധാനപ്പെട്ട അമലുകൾ, പ്രധാനപ്പെട്ട വിശേഷങ്ങൾ എല്ലാം റജബ് മാസത്തിലെ ആ വലിയ അനുഭവത്തിന്റെ ശേഷമാണ്. മഹാന്മാരായ അമ്പിയാക്കളെ കണ്ടുമുട്ടുന്നു. 1,23,999 നബിമാരെയും കണ്ടുമുട്ടുന്നു. അവരുമായി പല നിലക്കുള്ള സംഭാഷണങ്ങൾ പലരോടും നടത്തുന്നു. ഖർഖുൽ ആദ എന്നാണ് മഹാന്മാരായ അഖീദയുടെ പണ്ഡിതന്മാർ ഈ സംഭവത്തെ കുറിച്ച് പറഞ്ഞത്. അസാധാരണ സംഭവം. മിൻ ഖിബലി നബിയിൻ, ഒരു നബിയുടെ ഭാഗത്തു നിന്നും ഉള്ള അസാധാരണ സംഭവം. ആ നബിയാവട്ടെ നബുവത്തിനെ സ്ഥാപിക്കുന്നതിന്റെ അല്ലെങ്കിൽ ദഅവത്തിന്റെ പ്രവർത്തനത്തിൽ ഈ അസാധാരണ സംഭവത്തെ ഉദ്ധരിക്കുന്നുവെങ്കിൽ അതിന് മുഅ്ജിസത്ത് എന്ന് പറയുന്നു. ഖുർആൻ കഴിഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്തായ മിഅ്റാജ് ആലോചിച്ച് നോക്കണം. ഒരുപാട് പ്രവാചകന്മാരെ കാണുന്നിടത്ത് 7 ആകാശങ്ങളിലും 7 തരത്തിലുള്ള അനുഭവമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിക്കുന്നത്, അവിടുന്ന് കണ്ടുമുട്ടുന്നത്. സയ്യിദന ആദം അലൈഹിസ്സലാം ഒന്നാം ആകാശത്തിന്റെ കവാടം തുറന്ന് ഒന്നാം ആകാശത്തിന്റെ കാവൽക്കാരനായ മലക്കിന്റെ പേര് സയ്യിദന ഇസ്മാഈൽ അലൈഹിസ്സലാം. ഒരു മലക്കിന്റെ പേരാണത്. ആ മലക്കിന്റെ കൂടെ 1000-ഓളം വരുന്ന മറ്റു മലക്കുകൾ, ഓരോ മലക്കിന്റെ കീഴിലും പിന്നെയും കാണാം 1000-ൽ പരം വരുന്ന സൈന്യം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരാനുള്ളതായ അവിടുത്തെ പ്രവാചകത്വ നിയോഗത്തിന്റെ സമയമായോ എന്ന ചോദ്യം ആകാശത്ത് നിന്നും ഉന്നയിക്കപ്പെട്ടത്. ഒന്നാം ആകാശത്തിന്റെ കവാടം തുറന്ന് കണ്ടത് മഹാനായ സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ.
അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരുപാട് കാഴ്ചകൾ കാണുന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഒന്നാം ആകാശത്ത് നിന്നും കാണുമ്പോൾ ആ പരസ്പര കൂടിക്കാഴ്ചയിലൂടെ ലഭിക്കുന്ന ഏറ്റവും വലിയ മെസ്സേജ് ആദം നബിയുടെ വലിയൊരു അനുഭവം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവത്തെ ഇങ്ങോട്ട് പങ്കുവെക്കാനുണ്ട്. ആദം നബിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവം ഹിജറയായിരുന്നു. എവിടെ നിന്ന് ഹിജറ? സ്വർഗലോകത്ത് നിന്നും ഭൂമിയിലേക്കുള്ള ഹിജറ. ആ ഹിജറയുടെ തീക്ഷ്ണമായ വേദന അനുഭവിച്ചതിനെ വൈകാരിക പ്രകടനം കൊണ്ടും സ്നേഹം കൊണ്ടും മൗനം നിറഞ്ഞു നിൽക്കുന്ന മുഖഭാവം കൊണ്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് പകർന്നു കൊടുക്കുക. കാരണം തൊട്ടടുത്ത വർഷത്തിൽ മക്ക ഉപേക്ഷിച്ചുകൊണ്ട് മദീനയിലേക്ക് പോകണം. മാ അത്യബുകി മിൻ ബലദ് വഅഹബ്ബുകി ഇലൈഹി ലൗലാ അന്ന ഖൗമി അഖ്റജൂനി മിൻകി മാ സകൻതു ഗൈറകി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മക്ക വിട്ടു പോവാൻ എനിക്ക് ആഗ്രഹമില്ലെന്ന് പറഞ്ഞു പോയ ഈ മക്കയെ ഞാൻ അത്രയും ഇഷ്ടപ്പെടുന്നു. ഈ ജനങ്ങൾ എന്നെ ഇവിടെ നിന്നും പറഞ്ഞയച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ മറ്റൊരു മണ്ണ് കൊതിക്കുമായിരുന്നില്ല എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് തന്നെയാ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടുന്ന കൂടിക്കാഴ്ചയിൽ ഹിജറയുടെ ആ വിഷമം, ആ പ്രയാസം, ഹിജറ അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായ അവസ്ഥ, അതൊക്കെ നേർക്കുനേർ ഒരു ഉപദേശം പോലെ, ഒരു അനുഭവം ഉണ്ടായ ആൾ അനുഭവം ഉണ്ടാവാൻ പോകുന്ന ആൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം പോലെ ഒന്നാം ആകാശത്തിന്റെ അനുഭൂതിയിൽ കുറിച്ചു വെച്ചു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാം ആകാശത്തിലേക്ക് കടന്നു. അവിടെയും മഹാന്മാരായ ഒരുപാട് പ്രവാചകന്മാരെ കണ്ടു. സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടു. യൂസുഫ് നബിയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആയുസ്സിലെ ഏറ്റവും വലിയ ഒരു സന്ദർഭമാണ് തന്നെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞും ബാല്യകാലഘട്ടത്തിലെ പീഡന താടനങ്ങളിൽ തന്റെ സഹോദരങ്ങളാൽ ഒരുപാട് വിഷമിച്ച യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈജിപ്തിന്റെ അധികാരത്തിലെത്തിയപ്പോൾ തന്നെ പ്രയാസപ്പെടുത്തിയ കുടുംബക്കാർക്ക് നിരുപാധികം മാപ്പ് കൊടുത്ത ആ ഒരു അവസ്ഥയെ മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങേക്കും ഇതുപോലെ ഒരു പൊതുമാപ്പ് കൊടുക്കൽ എന്ന ചടങ്ങ് വരാനുണ്ട് എന്ന മെസ്സേജ് സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാം രണ്ടാം ആകാശത്ത് നിന്ന് കൊടുത്തു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ, മക്കം ഫതഹിന്റെ ആ സമയത്ത് ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുന്നിൽ കൂടിയിരിക്കുന്ന സമൂഹത്തോട് പറഞ്ഞത്, അഖൂലു കമാ ഖാല യൂസുഫ് ലാ തസ്രീബ അലൈക്കുമുൽ യൗം. യൂസുഫ് നബി അലൈഹിസ്സലാം അന്ന് പറഞ്ഞതാ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. പ്രതികാര നടപടി ഞാൻ നിങ്ങൾക്ക് നേരെ എടുക്കുന്നില്ല എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഓരോ ആകാശത്ത് കണ്ട നബിമാരിൽ നിന്നും ഓരോ പ്രത്യേകതരമായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിന്റെ അനുഭവത്തെ ഇങ്ങോട്ട് പകർന്ന ആ വലിയ കൂടിക്കാഴ്ചയെ നാം ഇങ്ങനെ വിശകലനം ചെയ്തു പോരുമ്പോഴാ ഏഴാം ആകാശത്തിൽ മഹാനായ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടുന്നത്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരുപാട് ബന്ധമുള്ള, രൂപസാദൃശ്യതയുള്ള ഒരു വലിയ മഹാനാണ് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. രൂപത്തിലും ഭാവത്തിലും അവിടുത്തെ ശരീരത്തോടെ ഏറെ സാദൃശ്യത തോന്നുന്ന ഒരു പ്രകൃതമായിരുന്നു സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. റഅയ്തു ഈസ ഇബ്നു മറിയം വമൂസ വഇബ്രാഹിം. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹ് മുസ്ലിം, ഇമാം അഹ്മദ് ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസാണ്. മൂസ നബിയെയും ഈസ നബിയെയും ഇബ്രാഹിം നബിയെയും കണ്ടു. കണ്ട പ്രവാചകന്മാരിൽ ഓരോരുത്തരെയും വിശദീകരിച്ചു. പക്ഷെ ഇബ്രാഹിം നബിയുടെ കാര്യം വന്നപ്പോ അവിടുന്ന് മൗനം. സ്വഹാബത്ത് ചോദിച്ചു, വ ഇബ്രാഹിമു യാ റസൂലല്ലാഹ് ഉൻദുറു ഇലാ സാഹിബിക്കും യഅനി നഫ്സഹു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന എന്നെ ഒന്ന് നോക്കിക്കോ, ഞാൻ എങ്ങനെയോ അങ്ങനെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏഴാം ആകാശത്തിൽ വെച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കൊടുത്ത ആ ആലിംഗനത്തിൽ ആ കാതോട് ചുണ്ട് ചേർത്ത് പിടിച്ചു കൊടുത്ത ഒരു മന്ത്രമുണ്ടോ. റജബ് മാസത്തിൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബിയെ കണ്ടപ്പോ ഏഴാം ആകാശത്തിൽ വെച്ച് ആലിംഗനം ചെയ്തപ്പോ പുണ്യ നബിയുടെ കർണപുടങ്ങളിലേക്ക് ഇബ്രാഹിം നബിയുടെ ചുണ്ട് ചേർത്ത് പിടിച്ചു കൊടുത്തിട്ട് ഒരു ഉപദേശം പറയുന്നുണ്ട്. കാണാം ഹദീസ്. അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി, ഒന്നുകൂടി ഖാല റസൂലുള്ളാഹി
لقيت إبراهيم ليلة أسري بي فقال يا محمد اقرأ أمتك مني السلام. പരിശുദ്ധമായ മിഅ്റാജിന്റെ അനുഭവത്തിൽ ഏഴാനാകാശത്തിന്റെ സീമകളിൽ വെച്ച് മഹാന്മാരായ മലക്കുകളുടെ ആശീർവാദത്തോടുകൂടെ മുന്നോട്ട് പോകുമ്പോ ബൈത്തുൽ മഅ്മൂറിൽ ചാരിയിരിക്കുന്ന മഹാനായ ഇബ്രാഹിം നബിയെ ഞാൻ കണ്ടു എന്ന് പുണ്യനബി എന്നോട് പറഞ്ഞു. യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയെ അങ്ങയുടെ സമുദായത്തോട് എന്റെ അന്വേഷണം, എന്റെ അഭിവാദ്യം അറിയിക്കണേ എന്ന് സയ്യിദുനാ ഇബ്രാഹിം. അല്ലാഹുവേ, അത് സ്വീകരിച്ചവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. എന്റെ അഭിവാദ്യം അറിയിക്കണം. മാത്രവുമല്ല, അങ്ങയുടെ പ്രിയപ്പെട്ട സമുദായത്തോട് പറയണം, വഅഖ്ബിറുഹും അന്നൽ ജന്നത ത്വയ്യിബത്തുത് തുർബ, സ്വർഗ്ഗത്തെ കുറിച്ച് ഞാൻ പറഞ്ഞതായവരോടങ്ങ് പറയണേ നബിയേ. എന്താണ് സ്വർഗം? സ്വർഗത്തിന്റെ മണ്ണ് ഫലപുഷ്ടിയുള്ളതാണ്. മാത്രവുമല്ല, വഅദബത്തുൽ മാ, സ്വർഗത്തിലെ വെള്ളമുണ്ടല്ലോ തണുത്തതാണ്, ശുദ്ധമാണ്, കലർപ്പില്ല എന്നും പറഞ്ഞേക്കണേ നബിയെ സയ്യിദുനാ ഇബ്രാഹിം. മാത്രവുമല്ല, സ്വർഗമാവട്ടെ വഇന്നഹാ ഖിയാൻ, പരന്നു കിടക്കുന്ന പ്രദേശമാണ്. കുന്നും മലകളൊക്കെ ഇല്ല, പരന്നു കിടക്കുന്ന പ്രദേശ സ്വർഗം. ഇതങ്ങനെ പറയണം. അവിടെ ആ സ്വർഗത്തിലേക്ക് പോരുന്നുവെങ്കിൽ ഭൂമിയിൽ ചില കൃഷി വേണമെന്ന് സയ്യിദുനാ ഇബ്രാഹിം. അല്ലാഹുവേ, റജബിൽ അങ്ങനെ ഒരു കൃഷിയുണ്ടോ? റജബിൽ തുടങ്ങണം സഹോദര. ജീവിതത്തിൽ ഒഴിവാക്കാൻ പാടില്ലാത്തൊരു കൃഷിയാണത്. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം ആ കൃഷിയെ കുറിച്ച് പറയുന്നു. ചെവിയോട് ചുണ്ട് ചേർത്ത് പിടിച്ച് പറഞ്ഞ ഉപദേശം, വഇന്ന ഗിറാസഹാ, ഭൂമിയിൽ വെച്ച് അങ്ങയുടെ സമുദായം ചെയ്തിട്ട് സ്വർഗത്തിലേക്ക് പോരുമ്പോൾ കൊയ്യാൻ വേണ്ടി ഭൂമിയിൽ ചെയ്യേണ്ട കൃഷിയുണ്ടല്ലോ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഈ 4 ദിക്റാണെന്ന് സയ്യിദുനാ ഇബ്രാഹിം. ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ ഹദീസ് പറയുന്നുണ്ട്, ഭൂമിയിൽ ഈ കൃഷി ചെയ്തവർക്ക് സ്വർഗത്തിലെത്തി അത് കൊയ്തെടുക്കാൻ കഴിയോ? റജബ് മാസത്തിൽ അല്ലാഹുവിന്റെ ഹബീബിനോട് ഇബ്രാഹിം നബി പഠിപ്പിച്ചു കൊടുത്ത 4 ദിക്റുകളാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഒരാൾ ഒരു സുബ്ഹാനല്ലാഹ് പറയുമ്പോ ഭൂമിയിൽ നിന്നുകൊണ്ട് സുബ്ഹാനല്ലാഹ് പറയുന്ന മനുഷ്യന് തണല് കൊള്ളാൻ സ്വർഗത്തിൽ അല്ലാഹു ഒരു മരത്തെ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നിസാരമല്ല സഹോദര, സുബ്ഹാനല്ലാഹ് നിസാരമല്ല. കേട്ടോളൂ ഒരു ഹദീസ്, അഫ്ളലുൽ കലാമി അർബഅ, ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മഹത്വമുള്ള വചനം 4 എണ്ണമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, അൻ സമുറത ബിൻ ജുൻദുബ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല റസൂലുള്ളാഹി അഫ്ളലുൽ കലാമി ബഅദൽ ഖുർആനി അർബഅ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഇത് 4 എണ്ണമാണ് ഏറ്റവും പവിത്രതയുള്ള കലിമത്ത്. ഒരിക്കൽ സ്വഹാബികളോട് റസൂലുള്ളാഹി ചോദിച്ചല്ലോ, സ്വഹീഹ് മുസ്ലിം, അൻ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വഹാബികളോട് ചോദിക്കാൻ, ഞങ്ങൾ എല്ലാവരും ആ സദസ്സിലുണ്ട്, അയഅജിസു അഹദുകും അയക്സിബ കുല്ല യൗമിൻ അൽഫ ഹസന, ഒരു ദിവസം അല്ലാഹ് സ്വീകരിച്ച 1000 നന്മ ചെയ്യാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവോ? നന്മ ചെയ്താൽ പോരാ, അത് അല്ലാഹ് സ്വീകരിച്ചു എന്ന് ഉറപ്പുവരുത്താൻ കഴിയുന്ന 1000 നന്മ ചെയ്യാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവോ? 1000 നന്മ ചെയ്യാൻ ഒരു ദിവസം പറ്റുമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ കഴിയോ? ചോദ്യങ്ങൾ കേട്ടപ്പോഴേക്കും ഒരു സഹാബി ആകാംക്ഷയോടുകൂടെ തിരിച്ചു ചോദിച്ചു, ഫസഅലഹു സായിലു മിൻ സുലസാഇഹി കൈഫ യക്സിബു അഹദുനാ കുല്ല യൗമിൻ അൽഫ ഹസന. നബിയെ, എങ്ങനെയാ ഒരു 1000 നന്മ ചെയ്യാ? 1000 നന്മ എങ്ങനെയാ ചെയ്യാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
സബ്ബിഹ് മിഅത തസ്ബീഹ ഫയുക്തബു ലഹു യുസബ്ബിഹു മിഅത തസ്ബീഹത്തിൻ ഫയുക്തബു ലഹു അൽഫു ഹസന. 100 വട്ടം സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് നങ്ങ ചൊല്ലിയാ മതി. 1000 നന്മയാണ് അതിന്റെ കൂലി എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ 1000 നന്മ. ആദ്യം സ്വർഗ്ഗത്തിൽ പോകുന്നവൻ ചൊല്ലുന്ന ദിക്ർ, ഭൂമിയിൽ വെച്ച് ചൊല്ലുന്ന ദിക്ർ അൽഹംദുലില്ലയാണ്. അൽഹംദുലില്ല പറയുന്നത് ഇബ്ലീസ് കേട്ടവൻ ഓടും. ഇബ്ലീസ് പണ്ട് ഇബാദത്തിൽ ഒരു കാലത്തും അൽഹംദുലില്ല പറഞ്ഞിട്ടില്ലൊരു മറത്തും. വഹബന്നവർ പറയുന്നു പറഞ്ഞിരുന്നെങ്കിലേ വീഴുന്നതല്ലൊരു കാലവും ഈ കുഴിയിലേ. ഇബ്ലീസ് അൽഹംദുലില്ല പറയാതെ ജീവിച്ചവനാ, അതുകൊണ്ട് അവൻ ഇബ്ലീസ് ആയത്. 80,000 കൊല്ലം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തിട്ട് ആ പഹയൻ ഒരിക്കൽ പോലും പറയാത്ത വർത്താന അൽഹംദുലില്ല. അൽഹംദുലില്ല ഭൂമിയിൽ വർദ്ധിപ്പിക്കുന്നവനാ സ്വർഗത്തിൽ ആദ്യമെത്താ എന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ ദിക്റുകള് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ഈ 4 ദിക്ർ റജബ് മാസത്തിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇബ്രാഹിം നബി നിർദ്ദേശിച്ചു. ഇമാം തുർമുദിയുടെ ജാമിഉലുണ്ട് ഹദീസ്. ഇബ്നു കസീർ ഖുർആൻ വ്യാഖ്യാനിച്ചുകൊണ്ട് സൂറത്തുൽ ഇസ്രാഇന്റെ തഫ്സീറിലും ഇത് പറയുന്നുണ്ട്. മറ്റു പല അയിമ്മത്തും ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ജീവിതത്തിന്റെ ഭാഗമാക്കണം ഈ 4 ദിക്ർ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ ഞങ്ങളെ നീ കബൂലാക്കണേ തമ്പുരാനെ. റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി ചെയ്ത പരസ്യമായി ചെയ്ത എല്ലാ പാപങ്ങളും നീ മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ നീ പൊരുത്തപ്പെട്ട വഴിയിലായ ഇസ്സത്തോടെ സന്തോഷത്തോടെ കുടുംബത്തോടൊപ്പം ദീർഘായുസ്സിൽ കഴിയാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഇന്ന് തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം, അതിനു വേണ്ടി ദുആ ചെയ്യാൻ പ്രിയ സഹോദരൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ അത് ബറക്കത്തിലാക്കണേ അല്ലാഹ്. ആ സഹോദരന്റെ കടബാധ്യതകൾ നീ വീട്ടി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ വിദേശത്തുള്ള അദ്ദേഹത്തിന്റെ മകന് നീ ഐശ്വര്യവും ബർക്കത്തും നൽകണേ അല്ലാഹ്. 12 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസിന്റെ തീർപ്പിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ അല്ലാഹുവേ തികച്ചും ന്യായമായ കാര്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം ദുആ ചെയ്യാൻ പറഞ്ഞത്. ആ പ്രിയ സഹോദരന്റെ കാര്യം നീ നിർവഹിച്ചു കൊടുക്കണേ അല്ലാഹ്. ആ കേസ് അവസാനിപ്പിച്ച് ന്യായമായ രീതിയിൽ അദ്ദേഹത്തിനെ നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന് അവകാശപ്പെട്ടതും അർഹതപ്പെട്ടതും നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ വിദേശത്ത് ഞങ്ങളുടെ സഹോദരങ്ങള് മക്കള് ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്. സുഹൃത്തുക്കളൊക്കെ വിദേശ രാജ്യങ്ങളിൽ പല നിലക്കുള്ള പ്രയാസങ്ങളുണ്ട്. അല്ലാഹുവേ ബോംബ് സ്ഫോടനം അടക്കമുള്ള പല നിലക്കുള്ള പ്രയാസങ്ങളും പല രാജ്യങ്ങളിലുമുണ്ട്. അവിടെയൊക്കെ തുച്ഛമായ ശമ്പളത്തിന് വെയിലുകൊണ്ടും അല്ലാതെയും ഒക്കെ കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ പാവപ്പെട്ട സഹോദരങ്ങൾക്ക് പോലും അത് ഭീഷണിയാണ് അല്ലാഹ്. അല്ലാഹുവേ വിദേശത്ത് ജോലി ചെയ്യുന്ന സഹോദരന്മാരുടെ ആഭ്യന്തരമായിട്ടുള്ള ഇത്തരത്തിലുള്ള കലാപം പോലെയുള്ള പ്രശ്നങ്ങളിൽ ആ സഹോദരന്മാരെ നീ കാക്കണേ അല്ലാഹ്. റഹ്മാനായ തമ്പുരാനെ അവർക്ക് നീ എല്ലാ നിലക്കുമുള്ള കാവൽ നൽകുക അല്ലാഹ്. ഹിജാബിന്റെ വിഷയത്തിൽ റബ്ബേ മുസ്ലിം ഉമ്മത്തിനെ ക്രൂശിക്കപ്പെടുന്നു. അല്ലാഹുവേ റബ്ബേ ദുരുദ്ദേശ പ്രകാരം ഇതിലേക്ക് ഇറങ്ങിയിട്ടുള്ള വർഗീയ ശക്തികളെ നീ പരാജയപ്പെടുത്തണേ അല്ലാഹ്. ഇതിൽ നിന്നും ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ ദീന് അമൂല്യമാണെന്ന ബോധം വേണം. ഈ ചിന്തയിലേക്ക് മുസ്ലിം ഉമ്മത്തിലെ സഹോദരിമാരെ നീ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ മരണം വരെ ഞങ്ങളുടെ ജീവിതത്തിൽ ദീൻ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്.
അല്ലാഹുവേ ഉക്രൈനിൽ പുതിയ ശല്ലാക്രമണവുമായി ബന്ധപ്പെട്ട് റഷ്യയുമായുള്ള പ്രശ്നത്തില് അല്ലാഹുവേ ഞങ്ങളുടെ ഒരുപാട് മക്കൾ അവിടെ MBBS-നും മറ്റുമൊക്കെയായി പഠിക്കാൻ പോയിട്ടുണ്ട്. അല്ലാഹുവേ അനിഷ്ടകരമായ ഒന്നും സംഭവിക്കല്ല അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ പൊന്നാര മക്കളെ നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ ലോകത്തുള്ള സർവ്വ മനുഷ്യരിലും സമാധാനവും സന്തോഷവും ഐക്യവും സ്നേഹവും നൽകണേ അല്ലാ. അല്ലാഹുവേ കടബാധ്യതകൾ വീട്ടിത്തരണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. വിവാഹ ജീവിതം തേടി നടക്കുന്നവർക്ക് അനുയോജ്യരായ ഇണകളെ അടുപ്പിക്കണേ അല്ലാ. വീട് പണിയുമായി ഇറങ്ങിയവർക്ക് എളുപ്പമാക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകുക അല്ലാ. വിദേശത്തേക്ക് പോവാൻ ശ്രമിക്കുന്നവർക്ക് വഴി എളുപ്പമാക്കുക അല്ലാ. അല്ലാഹുവേ അവസാനം നന്നാക്കി തരണേ അല്ലാ. കെലിമ നാവിലെത്തിക്കണേ അല്ലാ. മരിച്ചവർക്ക് മഗ്ഫിറത്ത് നൽകുക അല്ലാ. റബ്ബനാ റഹംഹും കമാ റബ്ബൗനാ സ്വഗാറാ. دعواهم فيها سبحانك اللهم وتحيتهم فيها سلام وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.